നമ്മുടെ ബബ്ബ ഇന്ന് റിലീസാവുകയാണ്. ഡിസംബർ 18 റിലീസ് പറഞ്ഞ ചിത്രം ഇന്ന് നമുക്ക് മുമ്പിലെത്തുകയാണ്. ചൈന ടൗണിന് ശേഷം നമ്മുടെ ദിലീപേട്ടനും ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു മാസ് കോമഡി ആക്ഷൻ പക്ക എൻ്റർടൈനർ മൂവി ആയിരിക്കും എന്തായാലും ബബ്ബ, അതിലൊരു സംശയമില്ല. പക്ഷേ ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു മൂവി തന്നെ ആവും. അല്ല എങ്കിൽ നിങ്ങൾക്ക് തീർത്തും നിരാശ തന്നെ സമ്മാനിക്കും. കാരണം ഇതിൽ ഒട്ടും ലോജിക്കില്ല. ഒരു ടാഗ് ലൈൻ തന്നെ അങ്ങനെ, നോ ലോജിക്കില്ല ഇതിൽ. അതായത് ഇതിൽ എന്തും ചെയ്യും, എന്തും പറയും, എന്തും പ്രവർത്തിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ലോജിക്ക് അന്വേഷിച്ച് പോയിട്ട് പടം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരു പടമാണ്. കാരണം ഒരു മാഡ്നെസ്, ഒരു ഭ്രാന്തന്മാരുടെ കഥ പറയുന്ന ചിത്രമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പടത്തിൽ നമ്മൾ ലോജിക്ക് അന്വേഷിച്ച് പോയിട്ട് നമ്മൾ നിരാശയായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടാവില്ല. എന്തായാലും ഇതൊരു ലാലേട്ടൻ ദിലീപേട്ടൻ ഒരു കോമ്പിനേഷനിൽ പക്ക ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ ആവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിൽ എന്താ ഒരു ഭയം എന്ന് വെച്ചാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഈയിടെ ഒരു നിരാശ മാത്രം സമ്മാനിച്ച ചിത്രങ്ങളാണ്. ഒരുപാട് പടങ്ങൾ ഇറങ്ങി അത് 8 നിലയിൽ പൊട്ടിപ്പോയി. പക്ഷേ ഈ ഒരു ചിത്രത്തിന് എല്ലാവരും പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതിൽ മെയിൻ കാരണം ലാലേട്ടൻ തന്നെ, അതിലൊരു സംശയമില്ല. നമ്മുടെ ദിലീപേട്ടൻ ഒരു കാലത്ത് ഇന്നത്തെ സൂപ്പർ സ്റ്റാർസിനേക്കാളും പവർ ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു കേസിൻ്റെ കാരണത്താൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വെറുക്കുകയും അദ്ദേഹത്തിന് വിട്ടു നിൽക്കുകയും ഉണ്ടായി. അതിപ്പോഴും അദ്ദേഹം കേസ് വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ഇപ്പോഴും നിലനിൽക്കണം. എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് താനും. അപ്പോൾ ആ ഒരു വിഭാഗം എന്തായാലും ഈ സിനിമക്ക് കയറില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ബാക്കി വരുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ എന്തായാലും സിനിമ കാണാൻ തിയേറ്ററിലോട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ എന്ത് ലോജിക്കില്ല നോക്കരുത് എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ വിജയിക്കും. പക്ഷേ അങ്ങനെ ഇരുന്നാലും സിനിമക്ക് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചാൽ എന്തായാലും സിനിമ പ്രേക്ഷകന് തീർത്തും നിരാശ തരുന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വമ്പൻ റിലീസാണ്. ഗോപാലനാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ ലാലേട്ടന് നല്ലൊരു റോൾ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താകും ഈ പടത്തിന്. കാരണം സാധാരണ ലാലേട്ടനും ദിലീപേട്ടൻ്റെ പടങ്ങൾ പോലെ ഫാൻ ഷോ 6 മണിക്കും 4 മണിക്കും 5 മണിക്കും ഒന്നും ഇതിലില്ല. നോർമൽ 9 മണിക്കാണ് ഇതിൻ്റെ ഫാൻ ഷോ. അതുതന്നെ അവർ പല കാരണങ്ങൾ, കാരണം ഈ ചിത്രം പല ദിക്കിൽ നിന്നും ഇതിന് എതിരുണ്ടാവും എന്നുള്ള ഒരു ഭയം അവർക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഇറക്കിയാൽ അത് ഒരുപാട് പ്രശ്നങ്ങളാകും, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വരും. പടം മോശമാണെങ്കിൽ എന്തായാലും നെഗറ്റീവ് വരും, എങ്കിലും ചിലപ്പോൾ നല്ലതായാലും നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ നേരത്തെ ഇറങ്ങും. അപ്പോൾ അതൊക്കെ അവർ മുന്നിൽ കണ്ടിട്ടാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ല ചിത്രം. എന്തായാലും നിരാശരാക്കൂല എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താകുമെന്ന്. കാരണം ഷാൻ റഹ്മാൻ നമുക്കറിയാം അതിൻ്റെ ഒരു പാട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് റിലീസായി. വളരെ ബോറിങ് ആയി. കാരണം ആ ഒരു ഡാൻസിനൊക്കെ പറ്റിയൊരു നല്ലൊരു അഴിഞ്ഞട്ട സംഭവങ്ങളുണ്ട്. അത് എന്തൊക്കെ കാട്ടിക്കൂട്ടി പണ്ട് നമ്മുടെ കൈരളിയിൽ തെലുങ്ക് പടം തമിഴ് പടമൊക്കെ റീമേക്ക് ചെയ്ത് വരുന്ന പോലത്തെ പാട്ടും കുത്തി കയറ്റിയിട്ട് എന്തൊക്കെ ചെയ്തു വെച്ചിരുന്നു. അത് വളരെ മോശമായി. അതുപോലെയാണ് ഇതിലുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പടം അട്ടർ ഫ്ലോപ്പ് ആവുന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ പ്രതീക്ഷ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ ഗോപി സുന്ദറാണ് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പുള്ളി എന്തായാലും ബോറാക്കൂല എന്നാണ് നമുക്ക് പ്രതീക്ഷ. ഇനി പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒരുപാട് നിരാശ തന്ന പടങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ബബ്ബക്ക് വേണ്ടിയിട്ട് എന്താകുമെന്ന്. എന്തായാലും നിങ്ങൾ ഏത് തിയേറ്ററിലാണ് ബബ്ബ കാണാൻ പോകുന്നത് ഒന്ന് ഇതിനെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം.